വളരെ സുന്ദരികളായിട്ടുള്ള നമ്മുടെ 4 മണിപ്പൂവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ കെയർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെന്നെ ഓടിക്കും. അതുകൊണ്ട് കുറച്ച് 4 മണിപ്പൂ വിശേഷങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. മാർവൽ ഓഫ് പെറു, മിറാബിലസ് ജലാപ്പ, 4 o'clock ഫ്ലവർ എന്നൊക്കെ അറിയപ്പെടുന്നൊരു ചെടിയാണിത്. മുന്നെയൊക്കെ ഇതിൻ്റെ സിംഗിൾ ഷെയ്ഡാണ് ഏറെ കണ്ടിട്ടുള്ളത്. യെല്ലോ, പിങ്ക്, വൈറ്റ് ഇതൊക്കെ കോമൺ ആയിട്ട് കാണപ്പെട്ട 4 മണിപ്പൂക്കളാണ്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു വെറൈറ്റി ഓറഞ്ച് യെല്ലോ ഷെയ്ഡിലുള്ളതാണ്. നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. വൈകുന്നേരം 4 മണിയോടുകൂടി ഇത് ഓപ്പൺ ആവാൻ തുടങ്ങും. പിറ്റേ ദിവസം രാവിലെ ഏകദേശം 10 മണി വരെ വിടർന്ന് തന്നെ നിൽക്കും. പിന്നീട് ആ പൂക്കൾ അടഞ്ഞു പോവുകയും വീണ്ടും വൈകുന്നേരത്തോടു കൂടി പുതിയ പൂക്കൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പൂ പൊഴിയുന്ന ഭാഗത്ത് വിത്തുകൾ ഫോം ചെയ്യും. ഒരു ബ്ലാക്ക് കളറിലുള്ള മുത്ത് പോലുള്ള ഒരു സീഡാണുള്ളത്. സീഡ് വെച്ചിട്ടാണ് മെയിനായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ശാഖകളോടുകൂടി വളരുന്നൊരു ചെടിയായതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലം ആവശ്യമുള്ളൊരു ചെടിയാണ്. ഒന്നിൽ കൂടുതൽ പ്ലാന്റ്സ് അരികിലായി നട്ടു കഴിഞ്ഞാൽ ഒറ്റ ചെടിയിൽ തന്നെ പല കളർ പൂക്കൾ വിടരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ ഫ്രേഗ്രൻസ് തന്നെയാണ്. മുല്ലപ്പൂവിന് കടപിടിക്കുന്ന അത്രയും സ്വീറ്റ് സ്മെല്ലാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രികാല പോളിനേറ്റേഴ്സായ മോത്ത്സ് ഇതിൽ അട്രാക്റ്റഡ് ആവുകയും പോളിനേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ചെടി അതിൻ്റെ എല്ലാ പൊട്ടൻഷ്യലോടും കൂടി പൂക്കൾ തരണമെങ്കിൽ ഫുൾ സണ്ണിൽ വെക്കണം. പാർഷ്യൽ സണ്ണിലും ഷെയ്ഡിലും ഒക്കെ വളർത്തിയെടുക്കാം. പക്ഷേ ഫുൾ സണ്ണിലാണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്നത്. വിത്തുകൾ പാകമായാൽ അത് പൊഴിഞ്ഞ് നിലത്ത് വീണ് തനിയെ പുതിയ ചെടികൾ ഉണ്ടായി വരും. അതുപോലെ നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. ഏകദേശം 2 ഇഞ്ചോളം നീളത്തിൽ വരുന്ന പൂക്കളാണ്. ട്രംപറ്റ് ഷേപ്ഡാണ്. 5 petals ആണുള്ളത്. ഞാനിതിനെ ചട്ടിയിലാണ് വളർത്തിയിരിക്കുന്നത്. ഈ പ്ലാന്റ് ഏകദേശം 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ പൊക്കം വയ്ക്കുന്നൊരു ചെടിയാണ്. ചെടി ആരോഗ്യത്തോടെ വളർന്നു വരുന്ന സമയം നമുക്ക് പ്രൂൺ ചെയ്ത് ബുഷിയാക്കി കൊണ്ടുവരാം. ഞാൻ ഈ ചെടിയെ മഴയിലാണ് വെച്ചത്. മഴ കൊണ്ടാലൊന്നും ഇതിനൊരു പ്രശ്നവുമില്ല. വളപ്രയോഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏത് ജൈവവളവും ചേർത്ത് കൊടുക്കാം. മാസത്തിലൊരിക്കൽ നമ്മൾ മറ്റ് ചെടികൾക്ക് കൊടുക്കുമ്പോൾ അല്പം ഈ ചെടിക്കും കൊടുത്താൽ മതി. ഇതിനായിട്ട് പ്രത്യേകിച്ച് വളങ്ങൾ ചേർത്തില്ലെങ്കിലും നന്നായിട്ട് ഫ്ലറിഷ്ഡ് ആവുന്നൊരു ചെടി തന്നെയാണിത്. വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഹാപ്പി ഗാർഡനിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.